ഹലോ, വെൽക്കം ടു ദ വീഡിയോ. നിരവധി പേരാണ് ഈ വരുന്ന റെഗുലർ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ സെമസ്റ്റർ പരീക്ഷകൾക്ക് വേണ്ടി ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എൻറിച്ചിങ് ഇംഗ്ലീഷ് എന്ന ടെക്സ്റ്റിൽ. വരുന്ന ദിവസങ്ങളിൽ മറ്റ് ടെക്സ്റ്റുകളുടെ എൻഗേജിങ് ഇംഗ്ലീഷ്, എൻഹാൻസിങ് ഇംഗ്ലീഷ് എന്നീ ടെക്സ്റ്റുകളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് വീഡിയോ രൂപത്തിൽ ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ എൻറിച്ചിങ് ഇംഗ്ലീഷ് എന്ന ടെക്സ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിരവധി പേരാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, ഏതാണ് പഠിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ഓരോ മൊഡ്യൂളിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രം വീഡിയോ ചെയ്യുമോ എന്നൊക്കെ നിരവധി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരവുമായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് പിന്നീട് പരീക്ഷാ സമയത്ത് ഉപകാരപ്പെടും. ഇപ്പോഴല്ല, പരീക്ഷാ സമയത്ത് മറ്റ് മൊഡ്യൂളുകളുടെ ക്ലാസ്സുകൾ തുടരുന്നതാണ്. അതിന് ഒരു തരത്തിലുമുള്ള തടസ്സം ഉണ്ടാവുന്നതല്ല. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്താൽ അത് തുടരാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഈ പ്രത്യേക വീഡിയോ എന്ന് പറയുന്നത് മുഴുവൻ ടെക്സ്റ്റിൻ്റെയും, നമ്മുടെ എൻറിച്ചിങ് ഇംഗ്ലീഷ് ഫുൾ ടെക്സ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്സിൻ്റെ ഡിസ്കഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് അല്ല. സാധാരണ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓരോ മൊഡ്യൂളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ മൊഡ്യൂൾ ലിസ്ണിംഗ് ആണ്. ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് യൂണിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസ്ണിംഗ്, ഈ ടോപ്പിക് പഠിച്ചു വെക്കണം. Active and passive listening are two different ways we can listen to someone when they are talking to us. What is active listening? Active listening is when we actively pay attention to, when we really pay attention to what the other person is saying. And then passive listening, when you are hearing the words someone is saying but you are not fully engaged or showing much interest. ദിസ് ഇസ് പാസീവ് ലിസ്ണിംഗ്. താല്പര്യം തോന്നാതെ, താല്പര്യം കാണിക്കാതെ കേൾക്കുക പാസീവ് ലിസ്ണിംഗ്. റിയലി ലിസ്ണിംഗ്, താല്പര്യത്തോടുകൂടി ശരിക്കും കേൾക്കുക, ആക്റ്റീവ് ലിസ്ണിംഗ് ആണ്. ഇനി ഇതിൻ്റെ നിരവധിയായിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. എക്സാമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ വേണ്ടി 3 മാർക്കിനാണ് ഈ ചോദ്യം വരിക. ഇൻറ്റർപ്രറ്റീവ് ലിസ്ണിംഗ് അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻറ്റർപ്രറ്റ് സ്പോക്കൺ ലാംഗ്വേജ്, വിശകലനം ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇൻറ്റർപ്രറ്റീവ് ലിസ്ണിംഗ് എന്ന് പറയുന്നത്. ഇതും 3 മാർക്കിനാണ് ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കി വെച്ചാൽ മതിയാകും. പിന്നെ ബാരിയേഴ്സ്, അതുപോലെ തന്നെ ഹിയറിംഗ് വേഴ്സസ് ഇഫക്റ്റീവ് ലിസ്ണിംഗ്, മെത്തേഡ്സ് ഓഫ് ലിസ്ണിംഗ് ഇഫക്റ്റീവ്ലി ടു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ, ലിസ്ണിംഗ് ഫോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സ് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മേക്കിംഗ് നോട്ട്സ് എന്നും പറയുന്നുണ്ട്. അതിൽ ഈ 3 ടോപ്പിക്കിലും പ്രധാനപ്പെട്ടത് മേക്കിംഗ് നോട്ട്സ് ആണ്. ആ യൂണിറ്റിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ലിസ്ണിംഗ് ഫോർ സ്പെസിഫിക് ഇൻഫർമേഷൻ ആൻഡ് മേക്കിംഗ് നോട്ട്സ്, അതൊന്ന് പഠിച്ചു നോക്കുക. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് മേക്കിംഗ് നോട്ട്സ് എന്നുള്ളത്. ഓക്കെ, അത് ടെക്സ്റ്റ് തന്നെ നോക്കി പഠിച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ നിൽക്കേണ്ട. ഇവിടെ ഡെഫിനിഷൻസ് എഴുതിയാൽ മതി. 2 or 3 സെൻറ്റൻസ് ആണല്ലോ ചോദിക്കുക സെക്ഷൻ എയിൽ. അപ്പോൾ അതിന് മുമ്പായിട്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേൺ അത് നിർബന്ധമായിട്ടും കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 സെക്ഷൻസ് ആയിട്ടാണ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക. ഈ 3 സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ എ, ബി, സി. സെക്ഷൻ എ 2 or 3 സെൻറ്റൻസസിൽ ആൻസർ ചെയ്യുക എന്നുള്ള ചോദ്യമാണ്. 3 marks ആണ് ഈച്ച് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വിൽ ക്യാരി. Now you will have to answer 3 questions. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടി വരും 3 മാർക്കിന്. സെക്ഷൻ ബിയിൽ 6 മാർക്സിൻ്റെ ചോദ്യമാണ്. അതും ഇതുപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓപ്ഷൻസ് ഉണ്ട് അവിടെ. 6 മാർക്സിനാണ്. നെക്സ്റ്റ് ഓപ്ഷൻ സിയിൽ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 14 മാർക്സ് ആണ് അവിടെ വരുന്നത്. വലിയ അത്യാവശ്യം എഴുതാനുള്ളൊരു ഏരിയ ആണത്. ഇവിടെ നമ്മൾ സെക്ഷൻ എയെ കുറിച്ച് ആണ് പറയാൻ കാരണം, പ്രത്യേകം പറയുന്നത് സെക്ഷൻ എ, മൊഡ്യൂൾ 1 സെക്ഷൻ എയിലാണ് വരുന്നതെന്ന് പറയാൻ കാരണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ എയിൽ വരുന്ന 2 or 3 സെൻറ്റൻസിൽ എഴുതാൻ വരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ എടുക്കുക. എവിടെ നിന്നാണ്? ഫ്രം മൊഡ്യൂൾ 1-ൽ നിന്നും അതുപോലെ തന്നെ മൊഡ്യൂൾ 4-ൽ നിന്നുമായിരിക്കും. ഇനി സെക്ഷൻ സി അല്ലെങ്കിൽ സെക്ഷൻ ബി, അതായത് കുറച്ച് ഡീറ്റെയിൽ എഴുതേണ്ട കാര്യം, 6 മാർക്കിനും 14 മാർക്കിനും ചോദിക്കുന്ന ചോദ്യങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി അല്ലെങ്കിൽ 100% എടുക്കുന്നത് മൊഡ്യൂൾസ് 2 and 3 നിന്നായിരിക്കും.
സെക്കൻഡ് ആൻഡ് തേർഡ് മോഡ്യൂൾ, അത് പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഈ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കരുത്. എന്താണ്, ഡെഫിനേഷൻസ് മാത്രം പഠിച്ചു വെക്കുക, അത്രേ ആവശ്യമുള്ളൂ. അത് വേണമെങ്കിൽ ഈ എല്ലാ ടോപ്പിക്കും ഞാനിപ്പോൾ പറഞ്ഞ ഇൻ്റർപ്രറ്റീവ് ലിസ്ണിംഗ് തൊട്ട് ലിസ്ണിംഗ് ടു ഡീറ്റെയിൽ ഇൻഫർമേഷൻ, ഹിയറിംഗ് വേഴ്സസ് ലിസ്ണിംഗ്, മെത്തേഡ്സ്, അതുപോലെ തന്നെ ബാരിയേഴ്സ്, മേക്കിംഗ് നോട്ട്സ്, ഇതൊക്കെ 2-3 സെൻറ്റൻസിലേ പഠിക്കുള്ളൂ നിങ്ങൾ. അതിൻ്റെ ഡെഫിനേഷൻ മാത്രമേ പഠിക്കുള്ളൂ നിങ്ങൾ കേട്ടോ. അപ്പോൾ പിന്നെ അവിടുത്തെ ടാസ്കും കാര്യങ്ങളൊന്നും കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ആ സെക്ഷൻ കഴിഞ്ഞിരിക്കും. കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ പല കോളേജുകളിലും മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിൻ്റെ പാറ്റേൺ യൂണിവേഴ്സിറ്റിയുടെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതിൽ കണ്ടത്, അത് വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി 2 ചോദ്യങ്ങൾ, 3 എഴുതേണ്ടതിൽ 2 തന്നെ എവിടുന്ന വരിക, ഈ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് തന്നെ വരും. അപ്പോൾ ഈ ഫസ്റ്റ് മോഡ്യൂൾ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. അതും ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അവിടെ ചോദിക്കില്ല, 2-3 സെൻറ്റൻസിനെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ഡെഫിനിഷൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതിയാകും. ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസ്ണിംഗ് ഡെഫിനിഷൻ പഠിച്ചു വെക്കുക, നോട്ട് മേക്കിംഗ് നോട്ട്സ് എന്നുള്ള ഏരിയ പഠിച്ചു വെക്കുക, പിന്നെ ഇൻ്റർപ്രറ്റീവ് ലിസ്ണിംഗും ഒന്ന് ഡെഫിനേഷൻ പഠിച്ചു വെച്ചേക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ സ്പീക്കിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടോപ്പിക്കാണ് രണ്ടാമത്തെ യൂണിറ്റിലുള്ളത്. ഇവിടെ സ്പീക്കിങ്ങിനെ കുറിച്ച് ജസ്റ്റ് പ്രധാനപ്പെട്ട കുറേ ടോപ്പിക്സ് പറയുന്നുണ്ട്. ഇഫക്റ്റീവ് സ്പീക്കിംഗ് എന്താണ്, ആസ്പെക്ട്സ് ഓഫ് സ്പീക്കിംഗ് ഇഫക്റ്റീവ്ലി എന്താണ്, ടെക്നീക്സ് എന്താണ്, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വോയിസ് മോഡുലേഷൻ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ യൂണിറ്റിലെ ടോപ്പിക്ക് നോട്ട് ചെയ്തുകൊള്ളുക, വോയിസ് മോഡുലേഷൻ, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്സ് പഠിക്കുക, വാട്ട് ഈസ് സ്ട്രെസ്, ഇൻറ്റോനേഷൻ പഠിച്ചു വെക്കുക. പിന്നെ ഈ ടോപ്പിക്സ് എഴുതിയെടുക്കുക കേട്ടോ, നിങ്ങളിത് പഠിക്കണേ. വോയിസ് മോഡുലേഷൻ, സ്ട്രെസ്, ഇൻറ്റോനേഷൻ. പിന്നെ അടുത്തത് ടോൺ ആൻഡ് ഇമോഷൻ പഠിച്ചു വെക്കുക. സ്പീക്കിംഗ് ഇഫക്റ്റീവ്ലി അതിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക, കൂടുതലൊന്നും ആ ഭാഗത്തുനിന്ന് വേണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് വരാൻ സാധ്യതയുള്ളത് വവൽ സൗണ്ട്സ്, വാട്ട് ആർ വവൽ സൗണ്ട്സ്, ഡെഫിനിഷൻ ഓഫ് വവൽസ്, ഡെഫിനിഷൻ ഓഫ് കോൺസണൻസ്, ഡെഫിനിഷൻ ഓഫ് ഡിഫ്തോങ്സ്. പിന്നെ അവിടെയും സ്ട്രെസ് ഇൻറ്റോനേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ടാവുന്ന വായിച്ചു നോക്കുക. സ്ട്രെസ് ഇൻറ്റോനേഷൻ പേജ് നമ്പർ 23 വായിച്ചു നോക്കുക. അത് ഡെഫിനിഷനാണ് അവിടെ പഠിച്ചു വെക്കേണ്ടത്, ഓർമ്മിക്കുക. കോൺസണൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ആ സൗണ്ട്സ് മുഴുവനായിട്ട് അതിൻ്റെ എഴുതുന്നതിൻ്റെ രീതി നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, എഴുതേണ്ട രീതി പഠിക്കുക. അതുപോലെ തന്നെ അത് വായിക്കേണ്ട ശബ്ദം എങ്ങനെയാണ് വായിക്കേണ്ടത്, എഴുതേണ്ടതും അതിൻ്റെ ഓരോ അടയാളത്തിൻ്റെയും ഉച്ചാരണം എങ്ങനെയെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ വവൽസ്, അതുപോലെ തന്നെയാണ് കോൺസണൻസ്, നിങ്ങളത് പഠിച്ചു വെക്കണം. കാരണം അത് വെച്ചിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് എങ്ങനെയാണ് ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് 7 കാണുന്നുണ്ട്, പേജ് നമ്പർ 23 ടാസ്ക് 7 നോക്കുക. അതിൽ കൊടുത്തിരിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഇതിൽ കൊടുത്ത വാക്കുകൾ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ട്രാൻസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടാവും, ഈ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ടാവും. ഈ ചിഹ്നങ്ങൾ വിളിക്കുന്ന പേരെന്താണ് ഓർമ്മയുണ്ടാവും? ഇൻ്റർനാഷണൽ ഫെനറ്റിക് ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന ചിഹ്നങ്ങളാണിവ, അല്ലെങ്കിൽ ആ ചിഹ്നങ്ങളാണിവ. ഇൻ്റർനാഷണൽ ഫെനറ്റിക് ആൽഫബറ്റാണിത്. ആ ഫെനറ്റിക് ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാക്കുകളെ മാറ്റി എഴുതുന്ന, ശബ്ദങ്ങളുടെ രൂപത്തിൽ മാറ്റി എഴുതുന്നതിനാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, ഫെനറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഫെനറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ നമുക്ക് ഇതുപോലെ വാക്കുകൾ തരും, എന്നിട്ട് ശരിക്കുള്ള വേർഡ് എന്താണെന്ന് ചോദിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ടാസ്ക് 7 ഒന്ന് നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് പോകണം. യൂണിറ്റ് 3 വരികയാണെങ്കിൽ അവിടെ സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെയാണ്. നമുക്ക് അവിടെ പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ഡിറക്ഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എഴുതാൻ വേണ്ടി ചോദിച്ചേക്കാം. ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഡിറക്ഷൻ. ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്, പേജ് നമ്പർ 32 എക്സാമ്പിൾസ് ഓഫ് ഗിവിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക, അതിൻ്റെ മോഡലൊന്ന് പഠിക്കുക, എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ എഴുതുക. ചിലപ്പോൾ അങ്ങനെ ഒന്ന് ചോദിച്ചേക്കാം. 2 or 3 സെൻറ്റൻസസിൽ റൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു ഓപ്പൺ എ ബോട്ടിൽ, അല്ലെങ്കിൽ റൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു ഓപ്പൺ എ സ്മാർട്ട് ഫോൺ. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ടോപ്പിക്ക്, സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതിലുള്ളത് തന്നെ ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ടോപ്പിക്ക് ചോദിക്കാം. എന്നാലും ഇതേ പാറ്റേൺ ആയിരിക്കും. പേജ് നമ്പർ 32 എക്സാമ്പിൾസ് ഓഫ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ആണ് യൂണിറ്റ് 3 ഏറ്റവും പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട പോയിന്റ്. പിന്നെ ബാക്കിയുള്ള ടോപ്പിക്ക് വന്നാൽ നമുക്ക് ഓൾമോസ്റ്റ് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അതിലുണ്ടത് പേജ് നമ്പർ 29 അതായത് മെത്തേഡ്സ് ഓഫ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്. ആ 4 പ്രധാനപ്പെട്ട മെത്തേഡ്സ് പേര് മാത്രം പഠിച്ചു നോക്കുക.
എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ പേര് പഠിച്ചാൽ മതി. നമ്മളത് വീഡിയോയിൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കണ്ടു നോക്കിയാൽ അത് ഡീറ്റെയിൽസ് മനസ്സിലാവും. ലാൻഡ്മാർക്ക് ബേസ്ഡ് ഡിറക്ഷൻസ് ഉണ്ട്, കാർഡിനൽ ഡിറക്ഷൻസ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം ബേസ്ഡ് ഡിറക്ഷൻസ്, സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ ഈ 4 രീതിയിലാണ് നമുക്ക് ദിശ പറഞ്ഞു കൊടുക്കുക, ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ദിശ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ചെയ്യുന്നത്. അത് ആ 3ാമത്തെ യൂണിറ്റിൽ ഓർക്കേണ്ട ഒന്നാണ്, പ്രധാനപ്പെട്ട ടോപ്പിക്ക്. ഇനി അടുത്തത് 4ാമത്തെ യൂണിറ്റാണ്, എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള യൂണിറ്റാണ്. എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന യൂണിറ്റിൽ റിക്വസ്റ്റ് ഒക്കെയാണ് അതിൽ പറയുന്നത്. പക്ഷേ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു സാധ്യത ഞാൻ അത്രയധികം കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ തൽക്കാലത്തേക്ക് വിടുകയാണ്. അത് പഠിക്കാതെ പോയാലും നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാൻ പറ്റും. പിന്നെ അതിൽ ചോദിക്കാൻ ഒരു സാധ്യത ഞാൻ കാണുന്ന ഒരു ചോദ്യമാണ് 42, പേജ് നമ്പർ 42 അപ്പോളജൈസിങ്. അതിൽ തന്നെ നോട്ട് ചെയ്യണ പോലെ കീ കമ്പോണൻസ് ഓഫ് എ സിൻസിയർ ആൻഡ് ഇഫക്റ്റീവ് അപ്പോളജി നോട്ട് ചെയ്യുക. പേജ് നമ്പർ 42 ലാസ്റ്റ് പാർട്ടിൽ കീ കമ്പോണൻസ് ഓഫ് സിൻസിയർ ആൻഡ് ഇഫക്റ്റീവ് അപ്പോളജി, അത് മാത്രം പഠിക്കുക തൽക്കാലം. ഓക്കെ, യൂണിറ്റ് 4ൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കീ കമ്പോണൻസ് ഓഫ് എ സിൻസിയർ ആൻഡ് ഇഫക്റ്റീവ് അപ്പോളജി പഠിക്കുക. പിന്നെയോ ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ഇത് വന്നിട്ടുണ്ട്, ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ഞാനാണ് മറന്നുപോയത്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ക്ലാസ് എടുത്ത് കാണുക. ഓക്കെ, നമ്മളിത് ചെയ്തതാണ്. ക്ലാസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് നെക്സ്റ്റ് മോഡ്യൂൾ. ഇവിടുന്ന് എല്ലാം ചോദിക്കുന്നൊരു ഏരിയയാണ് മോഡ്യൂൾ 2 റീഡിങ്. ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറേ ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നോട്ട് മേക്കിംഗ് പഠിക്കണം. 48, പേജ് നമ്പർ 48 നോട്ട് മേക്കിംഗ് ചോദിക്കും. മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. നോട്ട് മേക്കിംഗ് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നോട്ട് മേക്കിംഗ് പഠിക്കുക. പിന്നെ ക്ലോസ് റീഡിങ് എന്താണെന്ന്, സ്ട്രാറ്റജീസ് ഓഫ് ക്ലോസ് റീഡിങ് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്ത് അത് പഠിക്കുക. ലിറ്റററി ഡിവൈസസ് പഠിച്ചു വെക്കുക. ഈ 3 ടോപ്പിക്സ് അതിൽ പഠിക്കുക. യൂണിറ്റ് 2ൽ നിന്ന് റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കോംപ്രിഹെൻഷനാണ് തരിക. ഒരു പാരഗ്രാഫ് തരിക ചെയ്യുക. അതിൽ നിന്ന് നോക്കിയിട്ട് ആ പാരഗ്രാഫ് വായിച്ചിട്ട് ഉത്തരങ്ങൾ എഴുതുക ചോദ്യങ്ങൾക്ക്. നമ്മുടെ സാധാരണ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് വരും. അതായത് ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ, 5-6 ചോദ്യങ്ങളുണ്ടാവും അതിൻ്റെ താഴെയായിട്ട്, 5-6. ഈ ചോദ്യങ്ങൾക്ക് 6 ചോദ്യങ്ങളാണെങ്കിൽ 6 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഈ പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ഉത്തരം എഴുതുക. ആ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. അതാണ് പ്രോബബ്ലി ഈ ഒരു യൂണിറ്റിൽ നിന്ന്, യൂണിറ്റ് 2ൽ നിന്ന് റീഡിങ് കോംപ്രിഹെൻഷൻ ചോദിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് അത് പഠിക്കാനില്ല എന്നർത്ഥം, അത്രയധികം പഠിക്കാനില്ല ഇതിൻ്റെ അകത്ത് എന്നർത്ഥം. യൂണിറ്റ് 3ലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തരും, ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും. ഔട്ട് ഓഫ് സിലബസ് പാരഗ്രാഫ് ആയിരിക്കും ചിലപ്പോൾ, മോസ്റ്റ് പ്രോബബ്ലി. ആ പാരഗ്രാഫ് എന്ത് ചെയ്യുക, ചെറിയൊരു പാസേജ് അത്രേ ഉണ്ടാവുള്ളൂ. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും, ചുരുക്കി എഴുതാൻ വേണ്ടി ചോദിക്കും. 1/3 1/3 സമ്മറൈസ് ചെയ്യുക, ഇത് ചോദിക്കും. ഇത് പേജ് നമ്പർ 69 ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് ഇതിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഇതിലേക്ക് കൊണ്ടുവരും. ഡീറ്റെയിൽ ക്ലാസ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഡീറ്റെയിൽ ക്ലാസ് കാണുന്ന ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് എടുക്കും. ഈ യൂണിറ്റ് 3ലേക്ക് വരുന്നേ ഉള്ളൂ. യൂണിറ്റ് 2 നമ്മൾ ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ. യൂണിറ്റ് 3 നമ്മൾ നാളെയോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ, നാളെ പറ്റുമെന്ന് അറിയില്ല, കാരണം നമുക്ക് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫോർ എൻഹാൻസിങ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ എൻഗേജിങ് ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ അതും ചെയ്യുന്നുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ യൂണിറ്റ് 3 നമ്മൾ ഡീറ്റെയിൽ ക്ലാസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, സമ്മറൈസിങ് എന്നുള്ള ടോപ്പിക്ക് അതൊന്നും പഠിക്കാനല്ല. ഞാൻ പറയുന്നത് 69 ടാസ്ക് 3 ഒന്ന് വായിച്ചു നോക്കി, സമ്മറീസിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് യൂണിറ്റ് 4 ആണ്, ഇൻ്റർപ്രറ്റിംഗ് ഗ്രാഫ്സ്, ചാർട്ട്സ്, ടേബിൾസ് ആൻഡ് ഡയഗ്രാംസ്. ഈ യൂണിറ്റിൽ നിന്നൊരു ബാർ ഡയഗ്രാം ചോദിക്കും. പേജ് നമ്പർ 74 ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഡയഗ്രാം ചോദിക്കും. ബാർ ഗ്രാഫാണ് ചോദിക്കുക. ബാർ ഡയഗ്രാം എന്നാണ് പറഞ്ഞത് ഞാൻ. ബാർ ഗ്രാഫാണ് ചോദിക്കുക. ബാർ ഗ്രാഫ് ചോദിച്ച് പേജ് നമ്പർ 75 കാണാം. ഇതേപോലെയാണ് ചോദ്യം വരിക. ഇതേപോലെ തന്നെയാണ് ചോദ്യം വരിക. ഒരു ബാർ ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഒരു എസ്സേ എഴുതുക എന്നാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ പറയുന്ന ഡീറ്റെയിൽസ് നോക്കിയിട്ട് എഴുതണം. എന്തൊക്കെ കാര്യങ്ങളാണ് ബാർ ഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് വരുന്നതാണ്. അന്നേരം നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പക്ഷേ ചുരുക്കി ഒന്ന് പറയാം, എപ്പോഴും ഗ്രാഫ് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയണം. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ബാറും അല്ലെങ്കിൽ ഓരോ അതിൻ്റെ
അളവ് പോലും എന്തിനെ സൂചിപ്പിക്കുന്നു, ഏത് അറ്റം വരെയാണ് അത് പോയിരിക്കുന്നത്, എക്സാക്സിൽ എത്ര വരെ അത് പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോന്നിൻ്റെയും അളവ് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് അതിനെക്കുറിച്ച് വേർഡ്സ് ഉപയോഗിച്ച് എഴുതുക എന്ന് മാത്രമേ നിങ്ങളുടെ ടാസ്ക് ഉള്ളൂ. സംഭവം സിമ്പിളാണ്. ശരിക്ക് 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയുള്ളൂ. ഫുൾ മാർക്കും വാങ്ങാൻ പറ്റും. ഇതൊരു 6 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ചിലപ്പോൾ ഈ 14 മാർക്കിൻ്റെ ചോദിക്കാം. എസ് ആണ് എഴുതാൻ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ 14 മാർക്കിനായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഇനി ഇതുകൂടാതെ ഒരു പൈ ഡയഗ്രം ചോദിക്കാം. പൈ ഡയഗ്രം അറിയാലോ, സർക്കിൾ പോലെ വരച്ചിട്ടുള്ള ഡയഗ്രമാണ് പൈ ചാർട്ട് അല്ലെങ്കിൽ പൈ ഡയഗ്രാം, സർക്കുലർ ഗ്രാഫ്, വട്ടത്തിലുള്ള ഗ്രാഫ് എന്ന് പറയാം. അതും ഈ ബാർ ഗ്രാഫിന് പകരം ചോദിക്കാം. പക്ഷേ ഫസ്റ്റ് ഈ FIUGP തുടങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് പരീക്ഷ ആയതുകൊണ്ട് ഞാൻ ഊഹിക്കുന്നത്, എൻ്റെ ഒരു നിഗമനം, മോസ്റ്റ് പ്രോബബ്ലി ബാർ ഗ്രാഫ് തന്നെ ആയിരിക്കും വരിക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഏത് ഗ്രാഫ് വരുന്നുവെന്ന്. പൈ ഡയഗ്രം ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിക്കുക. പക്ഷേ ഒരു ബാർ ഗ്രാഫ് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് എഴുതാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബാർ ഗ്രാഫ് അത് നോക്കിക്കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് ഒരു എസ്സേ എഴുതാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പൈ ഡയഗ്രം എന്നൊരു വിഷയമുള്ള കേസല്ല, വളരെ എളുപ്പമായിരിക്കും. അപ്പം നിങ്ങൾ ബാർ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അവിടെ ഒന്നും പഠിക്കാനില്ല, ബൈഹാർട്ട് പഠിക്കാനില്ല ശരിക്കും പറഞ്ഞാൽ. മൊഡ്യൂൾ 3ലേക്ക് പോവുകയാണ്. ഇനി റൈറ്റിങ്ങിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ബിസിനസ് ലെറ്റർ എഴുതുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ടൈപ്പ് ചോദ്യങ്ങൾ വരാം കേട്ടോ. ഒന്ന് ബിസിനസ് ലെറ്റർ എഴുതാൻ വരാം, ലെറ്റർ എഴുതുക എന്ന് പറഞ്ഞു, അതായത് ഫോർമൽ ലെറ്റർ എഴുതുക, അങ്ങനെ ഒരു സംഗതി വരാം. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ചോദ്യവും വരാം, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലോങ് പാസേജ് എഴുതാൻ 6 മാർക്കിന് ഇവിടുന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഈ യൂണിറ്റ് ബൈഹാർട്ട് പഠിക്കേണ്ട കുറേ ടോപ്പിക്സ് ഉണ്ട്. ഒന്നാമത്തെ ടോപ്പിക്ക് ബിസിനസ് ലെറ്റേഴ്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ്, പേജ് നമ്പർ 80 ഉണ്ട്. അത് ബൈഹാർട്ട് പഠിക്കുക. അത് എവിടെ ചോദിക്കാന്ന് വെച്ചാൽ അത് 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 14 മാർക്കിന് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക. ഫോർമാറ്റ് ഓഫ് എ ബിസിനസ് ലെറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ചെയ്യും. ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യും. ബിസിനസ് ലെറ്റർ എങ്ങനെ എഴുതുക എന്നുള്ളത്, ഫോർമൽ ലെറ്റർ എങ്ങനെ എഴുതുക, അതിൻ്റെ പ്രോപ്പർ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതും 6 മാർക്കിന് ചോദിക്കാനുള്ള ചോദ്യമാണ്. ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്ത് എഴുതുക 82ാമത്തെ പേജിൽ. അപ്പോൾ ഈ യൂണിറ്റിൽ, അതായത് യൂണിറ്റ് 3ലാണ് കൂടുതൽ ബൈഹാർട്ട് പഠിക്കേണ്ട സാധനങ്ങൾ ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട യൂണിറ്റ് 2ൽ അത്രത്തോളം, യൂണിറ്റ് 2 എന്നല്ല പറയുന്നത്, മൊഡ്യൂൾ 2ൽ അത്രത്തോളം ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളില്ല. എന്നാൽ മൊഡ്യൂൾ 3ലാണ് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ കൂടുതലുള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. പിന്നെ റൈറ്റിംഗ് സർക്കുലേഴ്സ്, മെമ്മോസ്, അജൻഡാസ്, നോട്ടീസസ്, ഇതെല്ലാം ചോദിക്കും. ഓരോന്നും എന്താണെന്നാണ് ചോദിക്കുക. ടൈപ്സ് ഓഫ് സർക്കുലേഴ്സ്, അതുപോലെ തന്നെ സർക്കുലേഴ്സ്, പിന്നെ മെമ്മോസ്, വാട്ട് ഇസ് എ മെമ്മോ, ഫോർമാറ്റ് ഓഫ് എ മെമ്മോ, അത് ജസ്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 84 കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബോക്സ് വരച്ചിട്ട് അതങ്ങനെ തന്നെ വരച്ച് പഠിക്കുക. അതങ്ങനെ തന്നെ വരച്ച് എഴുതിയാൽ മതി. അജൻഡാസ് ചോദിക്കുന്നുണ്ട്, വാട്ട് ഇസ് എൻ അജണ്ട, എലമെന്റ്സ് ഓഫ് എൻ അജണ്ട ചോദിക്കുന്നുണ്ട്. ഇത് എസ്സേ ആയിട്ട് ചോദിക്കും 14 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന്. ഞാൻ പ്രതീക്ഷിക്കുന്ന അജൻഡാസ് മിക്കവാറും 14 മാർക്കിന് ചോദിക്കും. അതൊരു എസ്സേ പോലെ എഴുതാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് പിന്നെ നോട്ടീസ് എഴുതാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കാം, +2 വന്ന പോലെ. ഇനി അതല്ലെങ്കിലോ ആ നോട്ടീസ് എന്താണെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോട്ടീസ് എന്താണെന്നൊക്കെയാണ് ചോദിക്കാൻ സാധ്യത. അതും 14 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായി പഠിച്ചു വെക്കണം. പേജ് നമ്പർ 87. അപ്പോൾ ഈ യൂണിറ്റ് മെനക്കെട്ടിരുന്ന് പഠിക്കേണ്ട യൂണിറ്റാണ്. ഇപ്പം തന്നെ ടെക്സ്റ്റ് എടുത്തോ വിട്ടോ പഠിച്ചോ. പിന്നെ അടുത്തത് മീറ്റിംഗ് ഇൻവിറ്റേഷൻസ്, അതും അതിൻ്റെ എലിമെൻറ്റ്സും ചോദിക്കുന്നുണ്ട്. പേജ് നമ്പർ 91 അതും ചോദിക്കും. അതും ബൈഹാർട്ട് പഠിക്കുക. ഇനി അടുത്ത യൂണിറ്റ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഇവൻറ്റ്സ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റൈറ്റിംഗ് മിക്കവാറും എഴുതാൻ വേണ്ടി തന്നെയാണ് ചോദിക്കുക. അതായത് ബൈഹാർട്ട് പഠിക്കേണ്ട. അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു ടോപ്പിക് തരും, നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടായി എഴുതേണ്ടി വരും. പിന്നെ റിപ്പോർട്ടിംഗ് ആൻഡ് ഇവൻറ്റ് ചോദിക്കുന്നുണ്ട്. അതും മിക്കവാറും ഒരു റിപ്പോർട്ട് എഴുതുക എന്ന രീതിയിലുള്ള ചോദ്യമായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി അതിൻ്റെ ഐഡിയാസ് മനസ്സിലാക്കി വെക്കുക. റൈറ്റിംഗ് ആൻഡ് ഇഫക്റ്റീവ് ഇവൻറ്റ് റിപ്പോർട്ട് മിക്കവാറും പേജ് നമ്പർ 98 റൈറ്റിംഗ് ആൻഡ് ഇഫക്റ്റീവ് ഇവൻറ്റ് റിപ്പോർട്ട് 6 മാർക്സിനോ 14 മാർക്സിനോ ഒരു റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ടൈപ്സ് ഓഫ് ഇവൻറ്റ് റിപ്പോർട്ട് ഉണ്ട് പേജ് നമ്പർ 98. അതും 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബോക്സ് വരച്ച് എഴുതിയിട്ടുണ്ട്. ബോക്സ് നിങ്ങൾ വരയ്ക്കേണ്ട. ടൈപ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഇട്ടിട്ടോ ജസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടോ എഴുതിയാൽ മതി, അല്ലെ താഴെ എഴുതി പോയാൽ മതി. 6 മാർക്കിന് ചോദിക്കാനുള്ള ഒരു സാധ്യത കാണുന്നൊരു ചോദ്യമാണത്. പിന്നെ അടുത്തത് ജോബ് ആപ്ലിക്കേഷൻ യൂണിറ്റ് 3.
ഈ യൂണിറ്റിൽ നിന്ന് ലെറ്റ് മീ ടെൽ യു 2 കാര്യങ്ങളാണ് ചോദിക്കുക. ഒറ്റ ചോദ്യമാണ് വരിക. 2 കാര്യങ്ങൾ ഉണ്ടാവും. ഒന്ന് CV, 2 നിങ്ങളുടെ കവർ ലെറ്റർ. 2 കാര്യങ്ങൾ ഉറപ്പാണ്. ഇത് വരാതിരിക്കില്ല. ഇത് വന്നിട്ടില്ലെങ്കിൽ എക്സാമിന് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിക്കൂടുക. ഇറ്റ് വിൽ ബി ആസ്ഡ് 100%. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന എക്സാം നിങ്ങളുടേതല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ജോബ് ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങളിത് പഠിച്ചു വെക്കുക. ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നത് ബൈ ഹാർട്ട് പഠിച്ച് എഴുതാനല്ല ചോദിക്കുക. ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങളോട് ഒരു ടോപ്പിക്ക് തന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു റെസ്യൂമേ തയ്യാറാക്കേണ്ടി വരും, അല്ലെങ്കിൽ CV തയ്യാറാക്കേണ്ടി വരും, പ്ലസ് ഒരു കവർ ലെറ്റർ തയ്യാറാക്കേണ്ടി വരും. 2 ടോപ്പിക്സ് ഉണ്ടാവും. ഒറ്റ ചോദ്യം 2 ഉത്തരം ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഒരു കവർ ലെറ്റർ എഴുതേണ്ടി വരും. അടുത്തത് നിങ്ങൾ അതിന് അറ്റാച്ച് ചെയ്തിട്ടൊരു CV തയ്യാറാക്കേണ്ടി വരും. ഇതിൻ്റെ ഫോർമാറ്റ് എന്താണ്? ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. 2 ദിവസത്തിന് ഡീറ്റെയിൽഡ് ക്ലാസ് അപ്ലോഡ് ചെയ്യും. ഇത് 14 മാർക്കിന് ഷോർട്ട് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ അടുത്ത വീഡിയോ നിർബന്ധമായിട്ട് കണ്ടു പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. വായന ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി, ടെക്സ്റ്റ് മുഴുവൻ വായിക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ അവരിലേക്ക് പ്രത്യേകം എത്തിക്കുക എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യൂണിറ്റ് 4 essay റൈറ്റിംഗ്. ഇവിടെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഉണ്ട്. കോമൺ essay ചിലപ്പോൾ ടോപ്പിക്ക് തന്നിട്ട് നിങ്ങളോട് പറയും, ഉദാഹരണത്തിന് എൻവയൺമെൻറ്റൽ ഡിഗ്രഡേഷൻ എന്നോ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക്, അല്ലെങ്കിൽ ഡൗറി സിസ്റ്റം എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് തന്ന് അതിനെക്കുറിച്ചൊരു ജനറൽ essay ചോദിക്കാവുന്നൊരു ഏരിയയാണിത്. എന്നാൽ സമാധാനിക്കാൻ വരട്ടെ, എന്തെങ്കിലും എഴുതി വെച്ചാൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കാൻ വരട്ടെ. ഈ യൂണിറ്റ് 4 നിന്ന് ബൈ ഹാർട്ട് പഠിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. ഉദാഹരണത്തിന് ഇമ്പോർട്ടൻസ് ഓഫ് essay റൈറ്റിംഗ് ചോദിക്കില്ല, പക്ഷേ ടൈപ്സ് ഓഫ് essays ചോദിക്കാം 6 മാർക്കിന്. അതിൽ നിന്ന് തന്നെ ഡിസ്ക്രിപ്റ്റീവ് essay 6 മാർക്കിന് ചോദിക്കാം. പേജ് നമ്പർ 105 അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യുക. നെറേറ്റീവ് essays ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. നിങ്ങളുടെ essay എഴുതാൻ പറയുമായിരിക്കാം, അതും ഒരു ചോദ്യം വരുമായിരിക്കാം. പക്ഷെ അത് നമുക്ക് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ എങ്ങനെ essay എഴുതേണ്ടത് നമുക്ക് ജനറലായിട്ടൊന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് ഒരു ക്ലാസ് ചെയ്യാം, എങ്ങനെ essay എഴുതണം എന്നുള്ളത്. കോമൺ ടോപ്പിക് വന്ന് എങ്ങനെ essay എഴുതാം, ജനറൽ ടോപ്പിക് വന്ന് എങ്ങനെ essay എഴുതാം, നമുക്കൊരു ക്ലാസ്സിൽ നോക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നെറേറ്റീവ് essayൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് essayൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. ടൈപ്സ് ഓഫ് essay ഏതൊക്കെയാണെന്ന് പഠിക്കണം. എക്സ്പോസിറ്ററി essays ഏതൊക്കെയാണെന്ന് ബൈ ഹാർട്ട് പഠിക്കണം. 107 പേജ് നമ്പർ 107. അനലിറ്റിക്കൽ essays ബൈ ഹാർട്ട് പഠിക്കുക. പെർസ്വേസീവ് essays, അതിൽ തന്നെ സബ് ടോപ്പിക്സ് ഉണ്ട്. ഞാൻ സബ് ടോപ്പിക്സ് പറഞ്ഞിട്ടില്ല, അതിനുള്ളിലുള്ള സബ് ടോപ്പിക്സ് ആണ്, അത് പഠിക്കണം. എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ടോപ്പിക്സ് പഠിച്ചു നോക്കണം, സബ് ടോപ്പിക്സ് ഉൾപ്പെടെ. ആർഗ്യുമെൻറ്റേറ്റീവ് essays, അതിൻ്റെ കീ കമ്പോണൻസും സ്ട്രാറ്റജീസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. തിങ്സ് ടു അവോയ്ഡ് എന്നൊക്കെ, അതൊക്കെ പഠിച്ചു നോക്കുന്നതാണ്. ബൈ ഹാർട്ട് പഠിക്കണം. 6 മാർക്കിന് ഷോർട്ടാണിത്. ഈ യൂണിറ്റ്, അതായത് യൂണിറ്റ് 4 ആണല്ലേ, മൊഡ്യൂൾ 3 യൂണിറ്റ് 4. മൊഡ്യൂൾ 3 ശരിക്കും ബൈ ഹാർട്ട് ഇരുന്ന് പഠിക്കേണ്ടതാണ്. മൊഡ്യൂൾ 3 യൂണിറ്റ് 1ഉം 4ഉം അതിൽ നിന്ന് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് വരിക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, മൊഡ്യൂൾ 3 യൂണിറ്റ് 1 യൂണിറ്റ് 4 നേരിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഏരിയ ആണ്. യൂണിറ്റ് 2 നിന്ന് റിപ്പോർട്ട് റൈറ്റിങ്ങിൽ ചില ഏരിയാസ് നേരിട്ട് വരും. ഓക്കെ, എല്ലാമല്ല. ചില ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ചിലപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ് ചോദിക്കുക. പക്ഷേ എന്നാൽ പോലും ഇവൻറ്റ് റിപ്പോർട്ടിംഗ് ഒക്കെ ഡെഫിനിഷൻ ചോദിക്കാം, അതിൻ്റെ പാറ്റേൺ ചോദിക്കാം. അടുത്തത് ഓർമ്മിക്കേണ്ടത് മൊഡ്യൂൾ 3 യൂണിറ്റ് 4, അതിൽ essay റൈറ്റിംഗ് ആണ് അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഒരു ജനറൽ essay എഴുതാൻ ചോദിക്കാം. അത് കൂടാതെ 6 മാർക്കിനും 14 മാർക്കിനുമായിട്ട് ഈ പറയുന്ന, ഇനി അതുകൂടാതെ 3 മാർക്കിനും ചോദിക്കാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ നമ്മൾ പറഞ്ഞ മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 നിന്ന് ഡീറ്റെയിൽഡ് മാത്രമല്ല, എല്ലാ ഈ പറഞ്ഞ മൊഡ്യൂൾസിൽ നിന്നും വരുന്ന ഏരിയയാണ് സെക്ഷൻ എ. സെക്ഷൻ എയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2 or 3 സെൻറ്റൻസിൽ എഴുതുന്നുള്ളൂ. പക്ഷേ സെക്ഷൻ എയിലേക്ക് ഈ 4 മൊഡ്യൂൾസിൽ നിന്നും ചോദ്യങ്ങൾ എടുക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് സ്റ്റഡീസിന് വേണ്ടി മാത്രം തിരഞ്ഞു പിടിച്ച് പഠിച്ച മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4 ഉണ്ടല്ലോ, ഡീറ്റെയിൽഡ് ചോദ്യങ്ങൾ 6 മാർക്കിനും 14 മാർക്കിനും ചോദിക്കുന്നു പറഞ്ഞ മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4. ഈ 2 മൊഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ ഈ സെക്ഷൻ എയിലേക്ക് എടുക്കും. അപ്പോൾ അങ്ങനെയും വരും. അപ്പോൾ ഡെഫിനിഷൻസ് മാത്രം 2-3 സെൻറ്റൻസിൽ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ കുറച്ച് ഡെഫിനിഷൻ മാത്രം എഴുതുക. കുറച്ച് ഡീറ്റെയിൽഡായി ചോദിച്ചാൽ മാക്സിമം ഡീറ്റെയിൽഡായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാടൊന്നും എഴുതി സമയം നിങ്ങൾ ടൈമില്ലാത്ത അവസ്ഥയിൽ പോകരുത്. ഫുൾ ആൻസർ ചെയ്യണം. പിന്നെ എങ്ങനെ എക്സാം എഴുതണം എന്നുള്ളതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഒരിക്കൽ ചെയ്യാം, പിന്നീട് ഒരിക്കൽ ചെയ്യാം.
അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം. മൊഡ്യൂൾ 4 പോയി കഴിഞ്ഞാൽ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊഡ്യൂൾ 4 ഉള്ള ടോപ്പിക്സൊക്കെ തന്നെ ആകെ നമ്മളോട് ചോദിക്കുക ആ സെക്ഷൻ എയിൽ മാത്രമാണ്. അവിടെ വരുള്ളൂ. സെക്ഷൻ എയുടെ പ്രത്യേകത, അതായത് ഫസ്റ്റ് സെക്ഷൻ്റെ പ്രത്യേകത, എല്ലാ മൊഡ്യൂൾസിൽ നിന്നും ഈ പറഞ്ഞ പോലെ 2-3 സെൻറ്റൻസിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് ചോദിക്കൂ എന്നുള്ളതാണ്. മനസ്സിലായോ? അത്രേ അതിൻ്റെ അകത്ത് ചോദ്യം വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ല, എസ്പെഷ്യലി മൊഡ്യൂൾ 4 കുറിച്ച്. കാരണം മൊഡ്യൂൾ 4 ഉൾപ്പെടെയാണ് ഈ പറഞ്ഞ സെക്ഷൻ എയിലേക്ക് പോകുന്നത്. ആകെ 3 ചോദ്യം നമ്മൾ ആൻസർ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ് സെക്ഷൻ എയുടെ പ്രത്യേകത. അപ്പോൾ മൊഡ്യൂൾ 4 നിന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ സെക്ഷൻ എ നിങ്ങൾക്ക് കടന്നു കിട്ടും. പിന്നെ സെക്ഷൻ ബിയും സിയും നമ്മൾ പറഞ്ഞു മൊഡ്യൂൾസ് 2 ആൻഡ് മൊഡ്യൂൾസ് 3 നിന്നേ ചോദിക്കുകയുള്ളൂ. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി നിർദ്ദേശം വന്നിരിക്കുന്നത്. അപ്പോൾ 100% നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ 4 പഠിച്ചിട്ടില്ലെങ്കിലും എന്താണ്, നത്തിങ് ടു ബി വറീഡ് അബൌട്ട്. ഓക്കെ, എന്നാലും നമ്മൾ അതിൽ പ്രധാനപ്പെട്ട ചില ടോപ്പിക്സ് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് കൺക്ലൂഡ് ചെയ്യാണ്. വാട്ട് ഈസ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്റ്റിമിസം ആൻഡ് പെസിമിസം, ക്രിയേറ്റ് സ്ട്രാറ്റജീസ് ഫോർ കൾട്ടിവേറ്റിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇമോഷണൽ ഇൻ്റലിജൻസ്. ഈ ടോപ്പിക്സ് ഒക്കെ പ്രധാനപ്പെട്ടതാണ് യൂണിറ്റ് 1. ഇനി അതുപോലെ തന്നെ യൂണിറ്റ് 2 ഗോൾ സെറ്റിംഗ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്, സ്മാർട്ട് ഗോൾസ് ചോദിക്കും. അത് ഞാൻ പറഞ്ഞതുപോലെ സെക്ഷൻ എയിൽ ചോദിക്കും. സ്മാർട്ട് ഗോൾസ് പേജ് നമ്പർ 121 സ്മാർട്ട് ഗോൾസ്. ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് ഗോൾ അച്ചീവ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പേജ് നമ്പർ 126 ടൈം മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്, അത് പഠിച്ചു വെക്കുക. അപ്പോൾ ടൈം മാനേജ്മെൻറ്റും സ്മാർട്ട് ഗോളുമാണ് കൂടുതൽ പ്രധാനം യൂണിറ്റ് 2 പഠിച്ചു വെക്കുക കേട്ടോ. സ്മാർട്ട് ഗോൾ സെറ്റിംഗ് മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. സ്മാർട്ട് ഗോൾ സെറ്റിംഗ് SMART. ഓക്കെ, ഇതും ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ ചെയ്യും, പക്ഷെ അത് ടൈം എടുക്കുമല്ലോ. എന്തായാലും റെഗുലർ കുട്ടികൾക്ക് അവരുടെ പരീക്ഷ ആകുമ്പോഴത്തേക്ക് ഈ ഡീറ്റെയിൽ ക്ലാസ് വരില്ല, അത് ഉറപ്പിക്കാം. കാരണം അത്രയും സമയമുള്ളൂ നമുക്കിനി. എന്നാൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കുട്ടികൾക്ക് ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ക്ലാസ് ഉണ്ടാവും. അത് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി. വലിയൊരു ടാസ്ക്കാണ്, എങ്കിലും ദൈവസഹായം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി യൂണിറ്റ് 3 പോവുകയാണെങ്കിൽ ഇത് ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ഒരു യൂണിറ്റാണ്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് പേജ് നമ്പർ 132 ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ടോക്ക് ആൻഡ് പോസിറ്റീവ് തിങ്കിങ്, അതുപോലെ ടീം വർക്ക്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ബെനിഫിറ്റ്സ് ഓഫ് ടീം വർക്ക്, ഇതൊക്കെ എങ്ങനെ ചോദിക്കുക, 2 or 3 സെൻറ്റൻസസ് മാത്രമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ അടുത്തത് 4ാമത്തെ യൂണിറ്റിൽ മീറ്റിംഗ് എറ്റിക്കറ്റ്, അതുപോലെ പിന്നെ എറ്റിക്കറ്റ് ഫോർ ഓൺലൈൻ ഇൻറ്ററാക്ഷൻ, ഡ്രോയിങ് ബൗണ്ടറീസ് ഇൻ വർക്ക് പ്ലേസ്. ഈ എറ്റിക്കറ്റ് കുറേ ഉണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്, കുറേ ഉണ്ട്. പക്ഷേ നമുക്കറിയാം ഇത് അതിലെ സബ് ടോപ്പിക്സ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം ഈ പറയുന്ന 2 or 3 സെൻറ്റൻസസ് സെക്ഷൻ എയിൽ. പക്ഷേ സെക്ഷൻ എയിൽ എല്ലാ മൊഡ്യൂളിലും ചോദ്യം ഉൾപ്പെടുത്തണം. അപ്പോൾ ഈ 4ാമത്തെ മൊഡ്യൂളിൽ ഒരു ചോദ്യമാണ് വരിക അതിൻ്റെ അകത്ത് മോസ്റ്റ് പ്രോബബ്ലി. ഇനി 1-2 വന്നാലും ബാക്കിയുള്ള 3 മൊഡ്യൂൾസ് നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഞാൻ പറയുന്നത്. ബാക്കി ഞാൻ ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ചോദിച്ചവർക്ക് വേണ്ടി ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ബാക്കി കുറേ ടോപ്പിക്സ് ഉണ്ട്. ലാസ്റ്റ് മൊഡ്യൂളിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ഏത് എന്നാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്തത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലേ ബാക്കിയുള്ളതെന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ്, അതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ, പരീക്ഷ കാഴ്ചപ്പാടിൽ വിച്ച് ഇസ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകമായി ഷെയർ ചെയ്തത്. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഫുൾ ടെക്സ്റ്റ് വായിച്ച് നന്നായി ഒരുങ്ങി പരീക്ഷയ്ക്ക് പോകാവുന്നതാണ്. പക്ഷേ ഞാൻ ഉറപ്പ് പറയാം, കിട്ടിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ആ നിർദ്ദേശങ്ങളനുസരിച്ച് 3 സെക്ഷനാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 1ാമത്തെ സെക്ഷനിൽ 2 or 3 സെൻറ്റൻസസിൽ ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. 2ാമത്തെ സെക്ഷനിൽ ഒരു 60 വേർഡ്സ് ആൻസർ ചെയ്യേണ്ട തരത്തിലുള്ള ചോദ്യങ്ങളാണ്, ഒരു ഷോർട്ട് പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ. അടുത്തത് essay ആണ് സെക്ഷൻ സി എന്ന് പറയുന്നത്. ഇതിൽ സെക്ഷൻ എയിൽ ഓൾ മൊഡ്യൂൾസ് എന്നുള്ള ടോപ്പിക്സ് ചോദിക്കും. അതുപോലെ സെക്ഷൻ ബിയിൽ മൊഡ്യൂൾ 2 and 3 മാത്രമേ ചോദിക്കൂ. സെക്ഷൻ സിയിലും
മൊഡ്യൂൾ 2 ആൻഡ് 3 മാത്രമേ ചോദിക്കൂ. അപ്പോൾ മൊഡ്യൂൾ 4ന് വലിയ റെലവൻസ് അതിൽ വരുന്നില്ലല്ലോ അല്ലേ. മൊഡ്യൂൾ 4ൻ്റെ ടോപ്പിക്സ് ഒന്നും മറ്റുള്ള വിഷയങ്ങൾ നമുക്ക് വലിയൊരു ചാലഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം പഠിച്ചില്ലെങ്കിൽ പോലും മൊഡ്യൂൾ 4 ഒന്നും പഠിക്കാതെ പോയ ഒരാളെ സംബന്ധിച്ച് പോലും സ്മാർട്ട് ഗോൾ സെറ്റിങ്ങോ അല്ലെങ്കിൽ എറ്റിക്കറ്റൊക്കെ ചോദിച്ചാൽ തന്നെ ബാക്കി ഓപ്ഷൻ ഉണ്ടല്ലോ. മൊഡ്യൂൾ സെക്ഷൻ എയിൽ ഓപ്ഷൻ അവിടെ കിടക്കുകയാണ്. അത് നമ്മൾ നോക്കിയാൽ മതി, ഓപ്ഷൻ വെച്ചിട്ട് എഴുതുക. കാരണം ഓൾറെഡി നമ്മൾ 3 മോഡ്യൂൾസ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മോഡ്യൂൾ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത് എഴുതിയാൽ മതി. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മൊഡ്യൂൾ 4 തീരെ പഠിക്കാതെ പോയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ. ഞാൻ പറയുന്നതല്ല, യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള എക്സാം പ്ലാൻ വെച്ച് സ്ട്രാറ്റജി വെച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കോമൺ സെൻസിക്കലായ ഒരു ഡിഡക്ഷനാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരിക്കലും ഞാൻ നിങ്ങളെ പഠിക്കാതിരിക്കാൻ പറയുകയല്ല. നിങ്ങളെല്ലാ മൊഡ്യൂളും പഠിച്ചു പോകണം, നിങ്ങളെല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. എങ്കിലും നിരവധി വിദ്യാർത്ഥികൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു അസസ്മെൻറ്റ് നടത്തി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് യൂണിവേഴ്സിറ്റിയുടെ എക്സാം സ്ട്രാറ്റജി, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, അതിൻ്റെ സ്ട്രാറ്റജി യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്ത അധ്യാപകരുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത സ്ട്രാറ്റജി അനുസരിച്ചുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഡിഡക്ഷൻ ഞാൻ നടത്തി എന്നതാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഡിഡക്ഷൻ ശരിയാവാം, തെറ്റാവാം. പക്ഷേ ഈ ഡിഡക്ഷൻ ഒരു 99% ഇതുപോലെയാണ് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. അതനുസരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ അല്ലാതെ മറ്റെന്ത് ഇമ്പോർട്ടൻ്റ് അല്ലേ, കുറേ എന്താ വിട്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിവിടെ വിട്ടിരിക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ 4th മോഡ്യൂളൊന്നും പഠിക്കേണ്ട എന്ന് പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ ആവശ്യം ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉള്ളത് കൊണ്ട് ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആവശ്യം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഉള്ളതുകൊണ്ട് ആ 4th മോഡ്യൂൾ വേണമെങ്കിൽ ഒഴിവാക്കാം എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും നിങ്ങളെ പഠിക്കാതിരിക്കാൻ ഞാൻ പ്രേരിപ്പിക്കുകയല്ല, അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു. പേഴ്സണലി സ്പീക്കിംഗ്, ഇപ്പോൾ ഞാനാണ് ഈ കോഴ്സ് ചെയ്യുന്നതെങ്കിൽ ലെറ്റ് മീ ടെൽ യു, ഞാൻ ആ 4th മോഡ്യൂൾ ഉൾപ്പെടെ ഞാൻ അത് വായിച്ച് പഠിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിലെ നമുക്ക് റിയൽ ലൈഫിൽ ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഒരു ഏരിയ ആണ് 4th മോഡ്യൂൾ. നമ്മുടെ CV, കവർ ലെറ്റർ, അതൊക്കെ നമുക്ക് വലിയ യൂസ്ഫുള്ളാണ്. മൊഡ്യൂൾ 1ൽ തന്നെ യൂണിറ്റ് 2ലെ സൗണ്ട് സിസ്റ്റം, ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ വലിയ യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ യൂസ്ഫുള്ളാണ് മൊഡ്യൂൾ 4, എറ്റിക്കറ്റ്സ്, പേഴ്സണാലിറ്റി, ഇമോഷണൽ ഇൻ്റലിജൻസ്, സ്മാർട്ട് ഗോൾ സെറ്റിംഗ്. ഇതൊക്കെ നമുക്ക് ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുള്ളാകുന്ന സാധനങ്ങളാണ്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരാൾ ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനാണ് ഈ കോഴ്സ് ഇപ്പോൾ പഠിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ പഠിക്കുമായിരുന്നു. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും വ്യക്തിപരമായ ബെനിഫിറ്റിന് വേണ്ടി ഞാനത് പഠിച്ചു വെക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരോട് ഞാൻ പ്രത്യേകം പറയുന്നത് ടെക്സ്റ്റ് മുഴുവൻ വായിക്കണം നിർബന്ധമായും. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നത് കവർ ടു കവർ ടെക്സ്റ്റ് വായിക്കുക. നിങ്ങൾക്ക് വെറുതെ പണിയല്ലേ, ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്പർ 1 പ്രയോറിറ്റി. കവർ ടു കവർ, ഫ്രണ്ട് കവർ മുതൽ ബാക്ക് കവർ വരെ ഫുൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി. നമ്മുടെ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഉപയോഗിക്കണ്ടേ, അതല്ലേ അതിൻ്റെ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ടെക്സ്റ്റിൻ്റെ ഉപയോഗം എന്താ, വായനയാണ്, അല്ലാണ്ട് ഇത് ഈച്ചനെ ആട്ടാൻ വേണ്ടിയുള്ളതല്ലല്ലോ. സോ നന്നായി വായിച്ചു നോക്കുക എന്നുള്ളതാണ് ടെക്സ്റ്റിൻ്റെ യൂസ് എന്ന് തന്നെ പറയുന്നത്. വായിച്ചില്ലെങ്കിൽ ഇത് യൂസ്ലെസ് ആണ്. പിന്നെ ഓക്കെ, നമ്മുടെ വാല്യൂ ഫോർ മണി ഇല്ല, അവിടെ പൈസ നഷ്ടമാണ്. അതുകൊണ്ട് വായിക്കുക ഫുള്ളായിട്ട്. പിന്നെ തിരക്കുള്ളവർ, വായിക്കാൻ സമയമില്ലാത്തവർ, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, വായിക്കാൻ പറ്റാത്തവർ, അവർക്ക് പ്രത്യേകമായിട്ട് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ കേൾക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് എഴുതി വെക്കുക, ഒന്ന് ടെക്സ്റ്റ് തുറന്ന് ആ പേജ് നമ്പർ നോക്കി ആ പോയിന്റ്സ് ഒന്ന് ബൈഹാർട്ട് പഠിച്ചു വെക്കുക. കാരണം എന്താ വെച്ചാൽ 2 or 3 സെൻറ്റൻസസിനും അതുപോലെ തന്നെ 6 മാർക്കിനും 14 മാർക്കിനും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അധികം വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വായന ഇഷ്ടപ്പെടാത്തവർക്കും വായിക്കാനായിട്ട് താല്പര്യം തീരെ ഇല്ലാത്തവർക്കും മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വായിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ ആയിട്ട് പ്രത്യേകം പറയുകയാണ്. യൂണിറ്റ് 4, പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവരുണ്ടാവും. മൊഡ്യൂൾ 4 പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ട് നമുക്ക് വരാൻ പോകുന്നില്ല. ഈ പരീക്ഷകൾ നമുക്ക് അനുമാനിക്കാം. ഇറ്റ്സ് എൻ അനുമാനം. ഓക്കെ, ഇറ്റ്സ് എൻ എഡ്യൂക്കേറ്റഡ് ഗസ് എന്ന് പറയാം. ഇറ്റ്സ് എൻ അസസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതല്ല, ഇറ്റ്സ് എൻ അസസ്മെൻറ്റ്. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞു, ഞാൻ ഈ കോഴ്സ് പഠിക്കുന്നതെങ്കിൽ ഞാൻ ഈ ഫുൾ ടെക്സ്റ്റ് ഞാൻ വായിച്ചേനെ. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് ഫീൽ ചെയ്ത 4th മോഡ്യൂൾ ഏറ്റവും നല്ല നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് തന്നെയല്ലേ അത്. അപ്പോൾ അത് വായിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇഫ് യു ആർ ഇൻ എ ഹറി, ഇഫ് യു ആർ ഇൻ എ ടൈറ്റ് പ്ലേസ്, രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ടൈം അത്രയേ ഉള്ളൂ, പഠിക്കണം,
പരീക്ഷ അടുത്തു, രക്ഷപ്പെടണം, അങ്ങനെയുള്ള ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് കാര്യം നിങ്ങൾക്ക് പരീക്ഷയുടെ വിജയത്തിലേക്ക് എത്തണം, അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ആദ്യത്തെ 3 മൊഡ്യൂൾ നന്നായി പഠിച്ചു നോക്കുക. 2 മൊഡ്യൂളുകൾ പ്രത്യേകിച്ച് മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 നന്നായിട്ട് പഠിക്കുക. കാരണം അതിൽ നിന്ന് കൂടുതൽ എഴുതാൻ വേണ്ടി ചോദിക്കും. പ്രത്യേകിച്ച് മൊഡ്യൂൾ 3 യൂണിറ്റ് 1, യൂണിറ്റ് 4 നന്നായിട്ട് ബൈ ഹാർട്ട് പഠിച്ചു നോക്കുക. അതുപോലെ തന്നെ മൊഡ്യൂൾ 3 യൂണിറ്റ് 2 അതിൽ ചില ഏരിയാസ് ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, ആ ഏരിയാസ് മാത്രം ഒന്ന് പഠിച്ചു നോക്കുക. ബാക്കി അതിൽ നിന്ന് എഴുതാനുള്ള ചോദ്യം വരിക, അത് എഴുതാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകമായിട്ട് ആ കവർ ലെറ്ററും അതുപോലെ തന്നെ CV-യും അത് എഴുതേണ്ട എങ്ങനെയാണെന്നുള്ള വീഡിയോ ഉടനെ വരുന്നുണ്ട്, അതും കാണുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒരിക്കൽ കൂടി കണ്ട് ടോപ്പിക്സ് പ്രധാനപ്പെട്ട ഏതാണെന്നുള്ള ഒരു കടലാസിലേക്ക് അല്ലെങ്കിൽ നോട്ടിലേക്ക് എഴുതി വെക്കുക, ലെക്ചർ നോട്ടിലേക്ക് എഴുതി വെച്ച് നന്നായി പഠിച്ചിട്ട് പോവുക. എല്ലാവർക്കും വിജയാശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you all. Thank you so much. Have a great time.